ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LGSന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2014 നടന്ന LGS ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ 20 സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പൂർണ്ണാന്തര പ്രതിപതനം. പൂർണ്ണാന്തര പ്രതിപതനമാണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ പ്രതിഭാസം എന്ന് പറയുന്നത്. 62. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അറിയപ്പെടുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഗാങ് എന്നാണ് അറിയപ്പെടുന്നത്. അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ അറിയപ്പെടുന്നത് ഗാങ് എന്നാണ്. മൂന്നാമത്തെ ചോദ്യം. പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലവും സ്രോതസ്സും തമ്മിലുള്ള കുറഞ്ഞ അകലം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 17 മീറ്റർ ആണ്. 17 മീറ്റർ ദൂരം വേണം പ്രതിധ്വനി കേൾക്കാനും പ്രതിപതന തലവും സ്രോതസ്സും തമ്മിലുള്ള കുറഞ്ഞ അകലം എന്ന് പറയുന്നത്. 64. ഇതിലെ നാലാമത്തെ ചോദ്യമാണ്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ട്രിഷിയമാണ്. ട്രിഷിയമാണ് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. 65. ചോദ്യം. താഴെ പറയുന്നവയിൽ ഭൗമഗ്രഹങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, യുറാനസ് ആണ്. യുറാനസ് ആണ് ഭൗമഗ്രഹങ്ങളിൽ പെടാത്തത്. ഭൗമഗ്രഹങ്ങളും അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളും ഉണ്ട്. അതുപോലെ ഇതില് യുറാനസ് ആണ് വരാത്തത്. ഭൗമഗ്രഹങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ യുറാനസ് ആണ്. 66. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ജിപ്സം. ജിപ്സം ആണ് സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത്. ഇനി 67. ചോദ്യം. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിന്റെ താപനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 95 ആണ്. 95 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 35 ഡിഗ്രി സെൽഷ്യസിന് സമാനമായത്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് വരുന്ന എക്സാമിന് ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു തന്നെ പഠിക്കുക. ഇനി 68. ചോദ്യം. 68ഉം 69ഉം ഈ രണ്ട് ചോദ്യങ്ങളും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളും PSC ഓൾറെഡി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസുകളാണ്. അതുകൊണ്ട് പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി 70. ചോദ്യം. പ്രവൃത്തിയുടെ നിരക്കിന്റെ യൂണിറ്റ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, വാട്ട്. വാട്ടാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. 71. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വൃക്ക. വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത്. 72. ജീവകൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കണ. കണയാണ് ജീവകൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. ഇനി 73. ചോദ്യം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. 74. ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പത്തനംതിട്ട. പത്തനംതിട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല എന്ന് പറയുന്നത്. ഇനി 75. ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, നെല്ല്. നെല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവിള എന്ന് പറയുന്നത്. ഇനി 76. ചോദ്യം. താഴെ പറയുന്നവയിൽ സങ്കര ഇനം മരച്ചീനി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീവിശാഖമാണ്. ശ്രീവിശാഖമാണ് സങ്കര ഇനം മരച്ചീനി എന്ന് പറയുന്നത്. ഇനി 77. ചോദ്യം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, പന്നിയൂര്. പന്നിയൂരിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി 78. ചോദ്യം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന മൃഗം എന്ന് പറയുന്നത്. 79. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജൂൺ 5. ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. 80. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കാൽസ്യം കാർബൈഡ്.
അപ്പോൾ ഈ നമ്മൾ ഡിസ്കസ് ചെയ്തത് 20 സയൻസ് ക്വസ്റ്റ്യൻ ആണ്. അതിലെ 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ 18 ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കൃത്യമായിട്ട് ഒരു വട്ടം കേട്ടത് കൊണ്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ 1 2 തവണ കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നോക്കി വർക്ക്ഔട്ട് ചെയ്യാനും ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് ദയവ് ചെയ്ത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.